വിജയുടെ അവസാന ചിത്രമായ ജനനായകന് പ്രദർശനാനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. നിബന്ധനകളോടെ പ്രദർശനാനുമതി നൽകിയ സിനിമയുടെ റിലീസ് തീയതി ഉടൻ പുറത്തുവിടും. അതേസമയം കോടതി വിധിക്കെതിരെ സെൻസർ ബോർഡ് അപ്പീൽ നൽകുമെന്നാണ് വിവരം. ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകന് പ്രദർശനാനുമതി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി പ്രദർശനാനുമതി നൽകിയിരിക്കുന്നത്. US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇതിന് പിന്നാലെ സിനിമയുടെ റിലീസ് തീയതി ഉടൻ പുറത്തുവിടും. ജസ്റ്റിസ് PT ആശയാണ് കേസിൽ വിധി പറഞ്ഞത്. കോടതി നടപടികൾ കേൾക്കുന്നതിനായി നടൻ വിജയും ഓൺലൈനായി ഹാജരായിരുന്നു. വിനോദ് സംവിധാനം ചെയ്ത സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമതർക്കത്തെ തുടർന്നാണ് റിലീസ് അനിശ്ചിതത്വത്തിലായത്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 27 മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും സായുധസേനയെ മോശമായി ചിത്രീകരിച്ചുവെന്നുമുള്ള പരാതികളെ തുടർന്ന് ചിത്രം പുനഃപരിശോധനയ്ക്കായി റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്നാണ് സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയ വിശദീകരണം. അതേസമയം സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് തീരുമാനത്തെ ഹൈക്കോടതി വിമർശിച്ചു. ഇത്തരം പരാതികൾ ചട്ടവിരുദ്ധമാണെന്നും ഇതൊന്നും എന്റർടൈൻ ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി. സെൻസർ ബോർഡ് ചെയർമാനാണ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. എന്നാൽ സെൻസർ ബോർഡ് ചെയർമാന് അതിന് അധികാരമില്ലെന്നും ഇല്ലാത്ത അധികാരമാണ് ചെയർമാൻ ഉപയോഗിച്ചതെന്ന വിമർശനവും ഹൈക്കോടതി ഉന്നയിച്ചു. ജനുവരി 9-നായിരുന്നു സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തീയതി മാറ്റിവെച്ചു. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഈ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്തു. ഇതിലൂടെ ചിത്രത്തിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതിനിടെ കോടതി ഉത്തരവിന് പിന്നാലെ സെൻസർ ബോർഡ് അപ്പീൽ നൽകിയിട്ടുണ്ട്. പൊങ്കലിന് മുൻപ് ഈ മാസം 14-നോ 23-നോ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചനകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.